ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തിരുവല്ലത്ത് പോയ വീഡിയോ ആണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ എൻ്റെ കുറച്ച് പട്ടി ഷോസാണ്. എല്ലാവരും ഒന്ന് സഹിച്ചേര്. അപ്പോൾ എല്ലാവരും ബലിയിട്ടിട്ട് അവിടുന്ന് പോയി കേട്ടോ. ആ തക്കത്തിലെടുത്ത വീഡിയോ ആണ് ഞാൻ. പിന്നെ ഇതറിയാലോ, ഇതാക്കൂ. ഇനി കാണിക്കാൻ പോകുന്നതാണ് ചേട്ടത്തി. ഞാൻ വിളിച്ചപ്പോൾ നോക്കിയപ്പോൾ അയാൾ വിചാരിച്ച് ഫോട്ടോ എടുത്തതാണെന്ന് കേട്ടോ. അറിഞ്ഞില്ല വീഡിയോ എടുത്തതാണെന്ന്. അപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. ഞങ്ങൾ തിരുവല്ല അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ പോകുന്നതാണ് ചേട്ടത്തി, മോന്, പിന്നെ ഇതാക്കൂ. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രം ലുലുവിൽ പോയായിരുന്നു കേട്ടോ. ഇവിടെ കാണിക്കുന്ന ഇത് കാർ പാർക്കിംഗ് ഏരിയ. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എല്ലാവരുടെ മുഖത്തും. എവിടാണ് എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ എല്ലാവരും കൂടി പോവുക. എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവുക അതിൻ്റെ ഇടയ്ക്ക്. അപ്പം അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിംഗ് കഴിഞ്ഞ് ലുലു മാളിലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ല പോകേണ്ട വഴിയൊന്നും. നടന്ന് എത്തിയില്ല, എൻട്രൻസിലെത്തിയില്ല. നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ലുലു മാളിൻ്റെ അകത്ത് കയറി. അങ്ങനെ വലുതായിട്ടൊന്നും വീഡിയോ എടുത്തില്ല, നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടേ. അതുകൊണ്ട് വലുതായിട്ടൊന്നും വീഡിയോ എടുത്തില്ല. ഇത് പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുക. പേടിച്ചാണ് ഇതിനകത്ത് കയറിയത്. താഴെ നിൽക്കും കേട്ടോ, ചേട്ടനും അക്കും. അവരെ ഉള്ളു ഇനി വരാം, ബാക്കി എല്ലാവരും ഇനി എത്തി. അങ്ങനെ എല്ലാവരും ഇപ്പോൾ വരും. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക അനുഭവമായിരുന്നു പോയിട്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് കയറുന്നത് കേട്ടോ. നടന്നൊക്കെ അങ്ങ് കയറുക. അങ്ങനെ അവിടെ എവിടെയൊക്കെ കണ്ട്. ഇതാണ് കുരുത്തക്കേട്. ഇത് കണ്ട പുറകെ കൈ കെട്ടിക്കൊണ്ട് പോകുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്ഥലം അങ്ങനെ വിശദീകരിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മളവിടെ ഫസ്റ്റ് ടൈം ചെന്നേലേ. അപ്പം നമ്മളത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഐസ്ക്രീം കുടിക്കാൻ കയറിയിരുന്നപ്പോൾ അവൾ വലിയ ചെയറിൽ കയറി ഇരുന്നിട്ട് അവൾ ഷോ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് പിള്ളേരുടെ ഫണ്ടൂറ. അതിൻ്റെ നല്ല രസമായിരുന്നു കേട്ടോ. ആ സ്റ്റെപ്പിനകത്ത് പടിയിൽ കയറുമ്പം പാട്ട് കേൾക്കും. ഈ പിള്ളേരുടെ രസത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും. പക്ഷെ നല്ല രസമുണ്ട്. പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനപ്പം ഞാൻ ഓർത്തില്ല ആ കാര്യം. നല്ല ഗെയിംസൊക്കെ കേട്ടോ പിള്ളേർക്ക് സെറ്റ് ചെയ്തിരുന്നു. നമ്മുടെ വലിയവർക്കും ഉണ്ട് ഗെയിംസ്. നല്ലൊരു അനുഭവമായിരുന്നു. എന്തായാലും പറ്റുമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി പോവും. അപ്പം നല്ല ഡീറ്റെയിൽസായിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം പിള്ളേരെയും കൊണ്ട് ഫണ്ടൂറയിലാണ് പോയത്. അടുത്ത ഓരോ ഗെയിംസും കാര്യങ്ങളും ഒക്കെയാണ്. ഞങ്ങളിങ്ങനെ കണ്ട് പോവുക. നല്ല രസമായിരുന്നു. പിന്നെ എല്ലാവരും കൂടി പോകുമ്പം തന്നെ ഒരു വൈബല്ലേ. ആ വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ പിള്ളേരും ഒക്കെ നല്ല രസമായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഇത് പകുതി പോർഷൻസ് എടുക്കാൻ പറ്റിയിട്ടില്ല, എടുക്കാൻ മറന്നുപോയി, വിട്ടുപോയി സത്യം പറഞ്ഞെടുക്കാൻ. പിന്നെ ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ തട്ടിക്കൂട്ടി വെച്ചൊരു വീഡിയോ ആക്കി വെച്ചതാണ് കേട്ടോ. ക്ലിയറൊന്നും അല്ല, അത്ര വലിയ ക്ലിയറൊന്നും അല്ല കേട്ടോ വീഡിയോ. നമ്മുടെ സാങ്കേതിക പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. ഓക്കെ, ബൈ.